Teasers എന്ന് പറയുമ്പോഴത്തേക്ക് normally we'll see humans, but these are created by humans by AI. And I wholeheartedly invite Vineyan sir to be on stage to speak some words about the work. എല്ലാവർക്കും നമസ്കാരം. മണികണ്ഠൻ്റെ ടീസർ കണ്ടു. നമുക്കറിയാം ഇനി ഒത്തിരി മാറ്റങ്ങൾ സിനിമയിലോട്ട് വരുമ്പോൾ ഉണ്ടാകും. ഞാൻ സംസാരിക്കാറുണ്ട് അതിന്. ആ ഫസ്റ്റ് വിനിലെ ആ ഫസ്റ്റ് കുട്ടിയെ കൊണ്ട് ഓടി വരുന്ന ഷോട്ടിലൊരു ചെറിയ AI ഫീലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിൻ്റെ റെസൊല്യൂഷനിൽ നിന്ന് യു സ്ക്യൂസ് ഇറ്റ് ഫോർ ദിസ് സ്ക്രീൻ. അതൊരു പ്ലാസ്റ്റിക് ഇതുണ്ട്. അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്, സംശയമില്ല. കാരണം ഈ AI അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ വിനിൽ കൊണ്ടുവരികയാണ്. വിനിൽ വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന, ഞാനൊക്കെ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായി എടുത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിനിലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിനകത്ത് ഡൗട്ടില്ല. കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് നമ്മൾ പക്ക അതിനകത്ത് ബിസിനസ് ഉണ്ട്. അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും, നോ ഡൗട്ട്. കാരണം അങ്ങനെയാണ് അയ്യപ്പൻ. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ലാസ്റ്റ് അവതാറാണ്. നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര ഒരു സംഭവം തരാണ്. വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയതിനോട് ആ അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ. വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലിൽ ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും. എന്ന് മാത്രമല്ല AI വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ്. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊക്കെ 99 26 വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന യക്ഷിയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ കണക്കാക്കുന്ന ഒരു ഷോട്ടുണ്ട്. ആ പടം കണ്ടവരുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണും ടി വിയിലൊക്കെ. ആകാശഗംഗ ഹൊറർ പിക്ചറാണ്. അപ്പോൾ ആ ഒരു മോർഫിങ്ങിന് അന്ന് ഒരു സെക്കൻഡിന് 12,000 റുപ്പീസാണ്. ഇന്ന് 300 500 ഒക്കെയാണെന്ന് മോർഫിങ്. അന്ന് ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ ഞാനായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫ് ചെയ്യണമെങ്കിൽ 12,000 റുപ്പീസ്. മാത്രമല്ല ഇപ്പോൾ ഈ അത്ഭുതദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗതി ശ്രീകുമാർ അമ്പിളിച്ചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം. എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത്. അപ്പോൾ അതിനെടുത്തൊരു എഫർട്ട്. ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ കൂടെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണമെങ്കിൽ നമുക്ക് ജഗതി ശ്രീകുമാറിനെ കൊണ്ട് കളിപ്പിക്കാമില്ലേ. നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. അതിശയം എന്നൊരു പടം ഞാൻ കൊണ്ടുവന്നിരുന്നു. ഞാനിത് പറയാൻ കാര്യം, പിന്നിലെ ഇത്തരം ഡ്രീമുമായിട്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ. അതൊക്കെ അന്നത്തെ കാലത്തൊന്നും അതിശയൻ്റെ പ്രൊഡ്യൂസർ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലേട്ടൻ തന്നെ ആയിരുന്നു, ഗോകുലം ഗോപാലൻ. അപ്പോൾ പുള്ളി പറഞ്ഞ 6 മാസം നമ്മൾ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു. പടം നിങ്ങൾക്കറിയാം, അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്ന ഒരു കൺസെപ്റ്റായിരുന്നു. നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം. നമ്മുടെ നാട്ടിലെ സിനിമയുടെ ഒരു ചെറിയ ബഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിച്ചൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല അതിനെപ്പറ്റി. പക്ഷേ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു. ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയും അവതരിപ്പിച്ചു CG കൂടി. അന്ന് വലിയ പ്രശ്നമായി. എന്നെ 1-2 വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു. കാരണം അതൊന്നും പാടില്ല അങ്ങനെ ആരെയും. പിന്നെ ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാം ഇല്ലേ. ഒരു ലിമിറ്റേഷനും ഇല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെ വേണമെങ്കിൽ AI ഉണ്ടാക്കാം. ഇത് AI ആണെങ്കിൽ ഞാനല്ലേന്നും നമ്മൾ പുറകെ പറഞ്ഞു കിടക്കേണ്ട ഒരവസ്ഥയാണിന്ന്. ഇന്ന് മമ്മൂക്കയ്ക്കും മോഹൻലാലിനും ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷം 100 പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക ഇല്ലേ. ഫോട്ടോസ് കൊടുത്താൽ മതി. 2-3 വർഷം കൂടെ കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി, നമുക്ക് പടം ഉണ്ടാക്കാം. അവരിതുവരെ ചെയ്താൽ വലിയ എക്സ്പ്രഷൻസ് അവർ അഭിനയിക്കും, അവർ ആക്ഷൻ ചെയ്യും. അപ്പം ഈ സാധ്യതകൾ മലയാളത്തിൽ ആദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച വിനിലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് വിളിച്ച ലൈജുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ്. ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ്പ്. തുറന്നു പറയാം, AI കാലമാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ ആരെയും മോശക്കാരില്ല, അവരൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള അഭിനേതാക്കളാണ്. പക്ഷെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പറ്റത്തുള്ളൂ.
അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുമ്പിൽ അതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മൾ ടെക്നോളജിയും ഒക്കെ മാറുകയാണ്. എല്ലാവിധ ആശംസകളും മണികണ്ഠന് നേരുന്നു. നന്ദി, നമസ്കാരം. ഇൻ ജനറൽ ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കിക്കാണുന്നൊരു സമയമാണിത്. അത് ഇപ്പം മാത്രമല്ല, എപ്പോഴും ഈ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിംസിന് ഈ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ഞാൻ MBA ചെയ്തത് മീഡിയ എൻ്റർടൈൻമെൻറ്റിലാണ്. അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ഇരുന്ന് ഞാനത് ചെയ്യുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കേട്ടിരുന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും അഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി ഉണ്ട്, തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു 10 കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ അന്നത്തെ അതേ അഗ്രഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. AI എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരു പക്ഷേ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതെപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അത്തരം സെഗ്മെൻറ്റുകൾ അതിൻ്റേതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്പേസ് കിട്ടി. ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്പേസ് കിട്ടി. ഇനി നമ്മൾ നോക്കിക്കാണുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ്. ലൈവ് ആക്ഷനിലുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന, വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു AI എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു. നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത്. പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, പല പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പാപ്പരാസി എടുത്തിരിക്കുന്നത് തോന്നുന്നു. കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാഗ് ലൈനിൽ വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിൻ്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, മണികണ്ഠൻ. ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട്. പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു ആണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ. പാപ്പരാസി എൻ്റർടൈൻമെൻറ്റിനും ഡയറക്ടർ വിനിലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ വൈഡറായിട്ട് ചിന്തിക്കാൻ ഒരു അവസരമാവട്ടെ. കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വിനയൻ സാറും GP ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ മണികണ്ഠൻ എന്നുള്ള പേര് ഓരോ വിശ്വാസികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വികാരമാണ്. അപ്പോൾ മണികണ്ഠനിലൂടെ വില്ലിയേട്ടനും ടീം പാപ്പരാസിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇപ്പം യാഥാർത്ഥ്യമാവണമെന്നുണ്ടെങ്കിൽ അതിനെ ടേക്കപ്പ് ചെയ്യാൻ ഒരു ടീം വേണം. ഇവിടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഡ്രീമിനെ ടേക്കപ്പ് ചെയ്ത ടീമാണ് ദി പാപ്പരാസി എന്റർടൈൻമെന്റ് കമ്പനി. ആൻഡ് ഐ ഇൻവൈറ്റ് അനൂപ് സക്സേന സർ ആൻഡ് അജിങ്ക്യാജി ടു ബി ഹിയർ. Good evening, everyone. Watching this teaser here with you all gave me goosebumps. It was an honor to be here. Glad to be a part of this project for this one. And thank you all for being here with us today. What you saw here today, the fire that you felt is only the beginning. It's just the first spark. Like Ajinkya said, for us, it's an honor to be associated with this project.
many years ago, I was associated with the Malayalam film industry with Gullumal and Best of Luck. Manikandan, Lord Ayappa. I'm a very religious man, and I think being associated with such a wonderful. എൻ്റെ മലയാളി സുഹൃത്തുക്കൾ, ഇന്നിവിടെ എൻ്റെ അടുത്ത് സൂപ്പർ സ്റ്റാറുകളില്ല, വലിയ വലിയ ആക്ട്രസ് ഇല്ല, പക്ഷേ താങ്ക് യു വിനയൻ സർ, താങ്ക് യു ലിബി, താങ്ക് യു ഗോപിക, ആൻഡ് താങ്ക് യു ഫോർ ദ മീഡിയ ഓവർകം. പക്ഷേ ഏപ്രിലാകുമ്പോഴേക്കും ഞാൻ സണ്ണിയിലെന്നെ കൊണ്ടുപോട്ടാ, അപ്പോൾ ഓർത്ത് വെച്ചോട്ടാ, ഇങ്ങനെയൊക്കെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെക്കും, നിങ്ങൾക്ക് ബൈറ്റ് തരും. അപ്പോൾ എനിവേ കമ്മിങ് ടു മണികണ്ഠ, മണികണ്ഠ പറഞ്ഞ മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട്. 2008 ഒരു സിനിമ സ്വപ്നങ്ങളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ലൈജു രാഘവൻ. വളരെ കുറവ്, ഇവിടുത്തുള്ള കുറവർക്ക് പരിചയമുണ്ടാവും, സ്റ്റേജിലൊന്നും വരില്ല. എവിടെയുണ്ട് ലൈജു? കമ്മിയർ, വരൂ 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 വരൂ, യു കമ്മിയർ. And now I invite the youngest biscuit and also the face of Garuda Vahana Entertainments, Mr. Atul, on stage. തുടർന്നും ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇതായിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. താങ്ക് യു. ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതായത് ഓരോ സ്കൂളിലും ഓരോ മണികണ്ഠൻ ഉണ്ടാകും അല്ലേ? കാരണം ഓരോ Thank you for such a wonderful song. And one second, I'll invite all the dignitaries on the stage for a group snap. Vinil sir, thank you ji. കണ്ണത്തോട് ലോകം കാണാം, ചുറ്റം നോക്കുന്നോട് തിരിഞ്ഞു നോക്കാം. കഷ്ടപ്പെടുന്ന ഒരു വാർത്തണ്ട, പുതിയൊരു കണ്ടു നടന്നു പോയി, രക്ഷക്കാരും ഞാനും ഒന്നു കോരി. നമുക്ക് നേട്ടം തിരിയാം, നമുക്ക് നേട്ടം തിരിയാം, നമുക്ക് നേട്ടം തിരിയാം.